Hello everyone, welcome to Q3 World. ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നോസിലാണ്. ഈ ഒരു നോസിൽ ടിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ അധിക പേരും ഇത് യൂസ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. ഇത് മെയിനായിട്ട് മെറിംഗ്യോ കുക്കീസ് അല്ലെങ്കിൽ ബട്ടർ കുക്കീസ് ഒക്കെ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 180 റുപ്പീസാണ് ഈ ഒരു നോസിൽ ടിപ്പിന് വരുന്നത്. ഓൺലൈനായി വാങ്ങിക്കുമ്പോൾ 250 റുപ്പീസ് എബോവ് ഇതിന് റേറ്റ് വരുന്നുണ്ട്. നമുക്കിത് സുൽത്താൻ നോസിൽ എന്ന് സെർച്ച് ചെയ്താൽ ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ഒരു നോസിലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഈ റൗണ്ട് ഷേപ്പിൽ ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇട്ട് പൈപ്പ് ചെയ്യുമ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ ബ്ലാങ്ക് ആയിട്ടും ചുറ്റുമുള്ള സൈഡിൽ കൂടെയാണ് നമുക്ക് ക്രീം വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലവർ പോലെ പൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ ജെൽ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് നന്നാക്കി മിക്സാക്കി ഇതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഈ നോസിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഈ സിഗ്സാഗ് കഴിഞ്ഞ് ഉള്ള ഭാഗത്താണ് നമ്മൾ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ യെല്ലോ കളറിൽ വിപ്പിംഗ് ക്രീം ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി ടൈറ്റാക്കി പിടിച്ച് ഇതുപോലെ നമ്മൾ കേക്കിൻ്റെ മേലെ ഇങ്ങനെ കുത്തനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് നന്നായി ഒന്ന് ടൈറ്റാക്കി ഹോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം, ഇതാ നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു നല്ലൊരു ഫ്ലവർ റിങ് മാതിരിയുള്ള ഒരു ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നാം ഒന്നുകൂടി കാണിക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടൊന്ന് നമ്മുടെ കൈയ്യെടുക്കുക. ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഐസിങ് ടിപ്പ്, ആ നോസിൽ ടിപ്പ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ഓരോ ഫ്ലവറും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതൊരു 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ ഞാൻ ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം പ്രസ് ചെയ്തുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഫുള്ളായി. അപ്പോൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് സൈസിലൊക്കെ ഈ ഒരു റൗണ്ടിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ വലിയ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാക്കി മാറ്റാനും ഈ ഒരു നോസിൽ ടിപ്പ് യൂസ് ചെയ്യാം. ഞാനിതൊരു സൺഫ്ലവർ ആക്കി എടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് സീഡ് പോലെ തോന്നാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുത്തത്. ആ റൗണ്ട് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തു. പിന്നീട് കുറച്ച് ലീഫ് നോസിലിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലിട്ട് ഒരു ഗ്രീൻ ലീവ്സ് 2 സൈഡിലും പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു ചെറിയ സൺഫ്ലവറിൻ്റെ ലുക്കിലുള്ള ഒരു ഫ്ലവറായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വൈറ്റ് പൈപ്പിംഗ് ബോർഡർ തന്നെയാണ് ഈ ഒരു കേക്കിന് ചുറ്റും കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്റ്റാർ നോസിലിട്ട പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ വൈറ്റ് ക്രീമിന് ഒന്ന് ജസ്റ്റ് ഇതേപോലത്തെ ഒരു പൈപ്പിംഗ് ബോർഡറാണ് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ പോലത്തെ ഒരു ഡിസൈനാണ്. നമ്മൾ ചെറിയൊരു സ്റ്റാർ നോസിലിട്ടാൽ നമുക്ക് ഈ ഒരു ഡിസൈന് കിട്ടും. അപ്പോൾ ഞാൻ 4 ഭാഗവും ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കേക്കിനൊരു ബോർഡറും ആയിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഗ്യാപ്പിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു സൺഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കാണുന്ന നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കൂടുതലൊരു അട്രാക്ഷൻ ആയിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ സ്പ്രിങ്കിൾസും കൂടെ ഈ ഒരു സൈഡിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ബാക്കിയുള്ള സൈഡ് ഞാൻ പേര് എഴുതാൻ വേണ്ടി ഒഴിവാക്കിയിട്ടതാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ കേക്കിലെ പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിലെ വർക്കൊക്കെ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു നോസിൽ കയ്യിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് 2 കിലോ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനിത് ചെയ്ത് തീർത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കേക്കിൽ സ്മൂത്തായിട്ട് പേര് എഴുതാനുള്ള പൈപ്പിംഗ് ജെൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തെന്ന് അറിയിക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.